ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ പ്രതികരണവുമായി RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP. ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയായതിൽ സന്തോഷമുണ്ടെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ്. പൊറോട്ട ബീഫ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പ്രേമചന്ദ്രൻ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരുന്നത് 2018 സെപ്റ്റംബർ 28-നാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിറ്റേന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശന സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഒക്ടോബർ 9-ന് രഹ്ന ഫാത്തിമ പോലീസിന്റെ അകമ്പടിയോടെ സന്നിധാനം വരെ എത്തിച്ചേർന്നത്. ജനുവരി 2-നാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും മലചവിട്ടാൻ പോലീസ് അകമ്പടിയോടെ അവിടെ എത്തിച്ചേർന്നതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് ആദ്യമായി ഈ വിഷയം പത്രസമ്മേളനം വിളിച്ചറിയിച്ചത്. കോട്ടയത്ത് പോലീസ് ക്ലബ്ബിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മല ചവിട്ടാൻ കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞിരുന്നുവെന്നും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പൊറോട്ട ബീഫ് വിഷയത്തിൽ ബിന്ദു അമ്മിണി മറുപടിയുമായി എത്തിയിരുന്നു. ബീഫ് എനിക്കിഷ്ടമാണ്, പക്ഷേ പൊറോട്ട കൂടെ വേണ്ട, കപ്പ ആകാം, കപ്പയും ബീഫും സൂപ്പറാണ് എന്നായിരുന്നു ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചത്. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. മനോഹരമായ ആ പേര് ഒരാളിൽ മാത്രം വിഷചന്ദ്രൻ എന്നായിരിക്കുമെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. പൊറോട്ടയും ബീഫും നൽകി രഹ്ന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കിയെന്നും അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആൾക്കാരുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നുമായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസ്താവന. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് UDF സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.